ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് ഒരു പെൻസിൽ ബോട്ടമാണ്. ഒരു വ്യൂവർ ചോദിച്ചിട്ടുണ്ടായിരുന്നു പെൻസിൽ ബോട്ടം വിത്ത് പോക്കറ്റോട് കൂടിയത് വീഡിയോ ചെയ്യാമോ എന്ന്. നമ്മൾ പെൻസിൽ ബോട്ടം വിത്ത് വൺ സൈഡ് പോക്കറ്റ് ഉള്ളതാണ് ചെയ്യാനായിട്ട് പോകുന്നത്. കട്ടിങ് മുതൽ കംപ്ലീറ്റ് സ്റ്റിച്ചിങ് വീഡിയോ ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പം നമ്മൾ ഇന്ന് ഈ ഒരു ഗ്രീൻ കളറിലാണ് പെൻസിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോകുന്നത്. ഞാനിപ്പം നമ്മുടെ മെറ്റീരിയൽ ഫോൾഡ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. 2 മീറ്ററാണ് ഇതിനായിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പം ഞാൻ താഴത്തെ പാർട്ടിൽ ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് വരച്ച് കൊടുക്കുന്നുണ്ട്. ഈ സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാൻ വേണ്ടി ഞാൻ യൂസ് ചെയ്തിരിക്കുന്ന സ്കെയിലിന് L സ്കെയിൽ എന്നാണ് പറയുന്നത്. അപ്പം ഇത് നമ്മൾ ഇതേപോലെയുള്ള സ്ട്രെയിറ്റ് ലൈൻസ് ഒക്കെ വരയ്ക്കാനായിട്ട് യൂസ് ചെയ്യുന്നതാണ്. അപ്പം ഞാൻ താഴെ ആദ്യം ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് മുകളിലേക്ക് 36 ഇഞ്ചാണ് താഴെ മുതൽ മുകളിലേക്ക് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പം ആ സ്ട്രെയിറ്റ് ലൈനിൻ്റെ താഴെയായിട്ട് ഏകദേശം ഒരു 3 ഇഞ്ചോളം, നിങ്ങൾക്കത് 4 ഇഞ്ച് വേണമെങ്കിലും വിടാം, ഒരു 3 ഇഞ്ചോളം വിട്ടതിന് ശേഷമാണ് ഞാൻ ആ സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുള്ളത്. ആ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് മുകളിലേക്ക് ഒരു 36 ഇഞ്ച്, അത് കസ്റ്റമറിൻ്റെ ഹൈറ്റാണ്. അപ്പം ആ ഒരു ഇഞ്ചിലാണ് ഞാൻ വരച്ചേക്കുന്നത്. 36ൽ നിന്ന് ഒരു 2 ഇഞ്ച് താഴേക്ക് ഞാൻ മാർക്ക് ചെയ്യുന്നുണ്ട്. അതായത് നമ്മൾ താഴേന്ന് ഒരു 34 ഇഞ്ചിൽ അവിടെയും നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആവശ്യമാണ്. ഞാൻ അതുകൂടി ഒന്ന് മാർക്ക് ചെയ്തിട്ട് ജസ്റ്റ് നമ്മുടെ L സ്കെയിൽ യൂസ് ചെയ്തിട്ട് അതൊന്ന് സ്ട്രെയിറ്റ് ലൈന് വരച്ച് കൊടുക്കുവാണ്. ഇനി അടുത്തതായിട്ട് നമുക്ക് മാർക്ക് ചെയ്യേണ്ടത് നമ്മുടെ ആ ഒരു വേസ്റ്റിൻ്റെ ആ ഒരു ലെങ്ത്താണ്. അതായത് നമ്മൾ പാൻറ്റ് നമ്മുടെ നേവൽ പൊസിഷന് താഴെയാണ് നമ്മൾ നോർമലി ഇടാറ്. അപ്പോൾ അവിടുത്തെ ഒരു മെഷർമെൻ്റ് എന്ന് പറയുന്നത് 37 ആണ്. അപ്പോൾ ഞാൻ ആ 37നെ 4ആയിട്ട് ഡിവൈഡ് ചെയ്തതിന് ശേഷം അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂടെ മാർക്ക് ചെയ്തിട്ടാണ് സൈഡിൽ നിന്ന് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇപ്പം ഞാൻ മാർക്ക് ചെയ്യുന്നത് നമ്മുടെ ക്രോച്ചിൻ്റെ അളവാണ്. അപ്പം അത് ഞാൻ ഏകദേശം ഒരു 12.5 ഇഞ്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം നമ്മുടെ വേസ്റ്റ് ലൈനിൻ്റെ ആ മാർക്കിങ്ങിൽ നിന്നും താഴേക്ക് ഞാനൊരു 12.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ആ 12.5യിൽ നിന്ന് സൈഡിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ L ഷേപ്പിൽ നമ്മൾ വരച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ആ സെൻറ്റർ പോയിൻറ്റിൽ നിന്ന് 2.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ക്രോച്ച് ഭാഗം കർവ് ചെയ്ത്, അതായത് വളച്ച് കൊടുക്കുകയാണ്. അപ്പം അതിന് ശേഷം ആ ഒരു ലൈനിന് ഞാൻ വീണ്ടും സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ ക്രോച്ചിൻ്റെ ആ പോയിൻറ്റും നമ്മുടെ പാൻറ്റിൻ്റെ സൈഡിലേക്കുള്ള ആ ഒരു മെഷർമെൻറ്റും കൂടെ നമ്മളൊന്ന് മെഷർ ചെയ്ത് എടുക്കുവാണ്. അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നമ്മൾ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമുക്ക് ഏകദേശം വരുന്നത് 13 ഇഞ്ചോളമാണ്. അപ്പം നമ്മൾ 6.5യിൽ ഇതേപോലെ ഒരു മാർക്കിങ് ഇട്ട് കൊടുക്കുകയാണ്. ഇതേ 6.5 ഇഞ്ച് തന്നെ നമ്മൾ താഴെയും കൊടുക്കാനായിട്ട് പോവുകയാണ്. അതായത് താഴെ നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ടല്ലോ, അവിടെയും നമ്മൾ ഇതേപോലെ 6.5 മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ 6.5 എന്ന് പറയുന്ന ആ പോയിൻറ്റിൽ നിന്ന് 2 സൈഡിലേക്കും, അതായത് മുന്നിലേക്കും പിന്നിലേക്കും നമ്മൾ 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്യുവാണ്. ഇനി നമ്മൾ 3 ഇഞ്ചിൽ നിന്ന്, അതായത് നമ്മൾ 2 സൈഡിലും 3 ഇഞ്ച് വീതം മാർക്ക് ചെയ്തല്ലോ, ആ 3 ഇഞ്ചിൽ നിന്ന് നമ്മുടെ ഈ ക്രോച്ചിൻ്റെ ആ ഒരു പാർട്ടിലേക്ക് വരുന്ന ആ ലൈനിലേക്ക്, അതായത് നമ്മൾ അവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ടുണ്ട്, ആ ലൈനിലേക്ക് നമ്മൾ ഒന്ന് ജോയിൻറ്റ് ചെയ്ത്, അതായത് മാർക്ക് ചെയ്ത് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. ക്രോച്ചിൽ നിന്ന് പോകുമ്പോൾ താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ ഒരല്പം വളച്ചിട്ടാണ് കൊടുക്കുന്നത്. സൈഡിൽ മാർക്ക് ചെയ്യുമ്പം നമുക്കിതുപോലെ L സ്കെയിലോ അല്ലെങ്കിൽ സ്കെയിൽ യൂസ് ചെയ്തിട്ടോ നമുക്കത് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുക്കുകയും ചെയ്യാം. ഞാനിപ്പോൾ അതിനെ ഒന്ന് ഡാർക്കൻ ചെയ്ത് മാർക്ക് ചെയ്യുവാണ്. ഇനി നമുക്ക് താഴേക്ക് നമ്മൾ കൊടുത്തിരിക്കുന്ന ആ എക്സ്ട്രാ ക്ലോത്തിലേക്കും കൂടി നമുക്ക് അതേ പോയിൻറ്റിൽ നിന്നൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ച് കൊടുക്കാവുന്നതാണ്. പെൻസിൽ ബോട്ടം സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടും ബാക്കും സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. കാരണം അളവിന് ചെറിയ രീതിയിലുള്ള വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ആയിട്ടാണ് കട്ട് ചെയ്യുന്നത്. നമ്മളിപ്പം ഇത്രയും മാർക്ക് ചെയ്തത് നമ്മുടെ ഫ്രണ്ട് പീസ് മാത്രമാണ്. അപ്പോൾ ഞാനിത് ആ ഒരു 34 ലെങ്ത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ ആ ഒരു ലെങ്ത്തിലാണ് ഇപ്പോൾ ഇത് കട്ട് ചെയ്ത് എടുക്കുന്നത്.
അങ്ങനെ നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. അതിന് നമുക്ക് നമ്മുടെ ഇപ്പോൾ ഈ കട്ട് ചെയ്തെടുത്ത ഫ്രണ്ട് പീസ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഇതേപോലെ അലൈൻ ചെയ്യുന്നുണ്ട്. മേളിലും ഒരല്പം ഗ്യാപ്പ് കൊടുക്കുന്നുണ്ട്, താഴേക്കും ഒരല്പം ഗ്യാപ്പ് കൊടുത്തിട്ടാണ് ഞാൻ ക്ലോത്ത് അലൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. മുകളിൽ ഏകദേശം ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അത്ര ആവശ്യമാണ് അവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 1.5 ഇഞ്ച് ഗ്യാപ്പ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നമ്മുടെ സൈഡ് വശം ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് സൈഡും മാർക്ക് ചെയ്യാം, അതേപോലെ തന്നെ താഴത്തെ ആ ഒരു പാർട്ട് നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് നമുക്ക് വരച്ച് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം നമ്മൾ ചെറിയൊരു വ്യത്യാസം വരുത്തുന്നുണ്ട്, അപ്പം ശ്രദ്ധിച്ച് കാണുക. ഇത്രയും മെഷർമെൻറ്റ് വരച്ചതിന് ശേഷം നമ്മൾ ഇതേപോലെ നമ്മുടെ ഈ ക്ലോത്ത് എടുത്ത് കുറച്ചുകൂടി മാറ്റി വെക്കുവാണ്. അതായത് നമ്മളിപ്പോൾ ആ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ഏകദേശം ഒരു 1.5 ഇഞ്ച് ഗ്യാപ്പ് കിട്ടത്തക്ക രീതിയിൽ ക്ലോത്തിനെ വീണ്ടും നമ്മൾ മാറ്റി അലൈൻ ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം 1.5 2 ഇഞ്ചോ ആകാവുന്നതാണ്. അത് കസ്റ്റമറിൻ്റെ വണ്ണവും സൈസും പോലെയൊക്കെ ഇരിക്കും. ഇതിപ്പോൾ നമ്മൾ 40 ചെസ്റ്റ് സൈസ് വരുന്ന ഒരാൾക്ക്, 40 ചെസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്കിനും 36 വേസ്റ്റും അതേപോലെ തന്നെ 44 ഹിപ്പും ആയിരിക്കും വരുന്നത്. അപ്പോൾ ഏകദേശം നമുക്കൊരു 44 ഹിപ്പിൻ്റെ ആളിന് വേണ്ടിയിട്ടുള്ളൊരു പാൻറ്റാണ് നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതേപോലെ 2 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചതിന് ശേഷം, അതായത് ഫ്രണ്ടിലേക്ക് നീക്കി വെച്ചതിന് ശേഷം ബാക്കി മെഷർമെൻറ്റ്സ് എല്ലാം നമുക്ക് അതേപോലെ മാർക്ക് ചെയ്യാം. ക്രോച്ചിൻ്റെ ആ ഒരു പാർട്ടിലെ ലൈന് നമ്മൾ ഇതേപോലെ മുകളിലേക്കൊന്ന് കയറ്റി വരച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ എക്സ്ട്രാ ഒരു 1.5 ഇഞ്ചോളം വിട്ടിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവിടേക്ക് കൂടി ക്രോച്ചിൻ്റെ ആ ഒരു ലെങ്ത്ത് ഞാൻ നീട്ടി വരച്ചിട്ടുണ്ട്. അതിനുശേഷം ഞാൻ 1.5 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈന് അവിടെ മാർക്ക് ചെയ്യാനായിട്ട് പോവുകയാണ്. സൈഡിൽ നമ്മൾ ആ ഒരു 1.5 ഇഞ്ച് കുറച്ചും ക്രോച്ച് ഏരിയയിലേക്ക് ആ 1.5 ഇഞ്ച് കൂട്ടിയും ഇതേപോലെ നമ്മൾ ഒരു ഡയഗണൽ ലൈന് വരച്ച് കൊടുക്കുകയാണ്. ക്രോച്ചിൻ്റെ ഏരിയയിൽ ഇതേപോലെ നമ്മൾ 1.5 ഇഞ്ചോളം നമ്മൾ കൂട്ടി മാർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പാൻസ് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ ആ ഒരു ക്രോച്ചിൻ്റെ ഏരിയയിൽ ഭയങ്കരമായിട്ടുള്ള പിടുത്തം വരും. അതായത് നമ്മുടെ പാൻറ്റിൻ്റെ മൂടെന്ന് നമ്മൾ പറയത്തില്ല, ആ മൂഡ് പാർട്ടിൽ ഭയങ്കരമായിട്ട് പിടുത്തം വരും. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു 1.5 ഇഞ്ച് ക്രോച്ചിൻ്റെ ഏരിയയിൽ ബാക്ക് പീസിൽ മാത്രം നമ്മൾ കൂട്ടി കൊടുക്കുന്നത്. നമുക്ക് ബാക്കി നമ്മൾ ആ വരച്ച പോയിന്റിലൂടെ തന്നെ നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മുടെ മെയിൻ പീസുകളുടെ കട്ടിങ് എല്ലാം തന്നെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നമ്മുടെ അരപ്പട്ട, അതായത് നമ്മുടെ വേസ്റ്റ് ബെൽറ്റിനുള്ള ക്ലോത്താണ് നമ്മൾ കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അത് ഏകദേശം നമ്മളൊരു 4 ഇഞ്ച് വിഡ്ത്തിനാണ് എടുക്കുന്നത്. നീളം ഞാനൊരല്പം കൂട്ടിയിട്ടാണ് എടുക്കുന്നത്. അടുത്തതായിട്ട് നമുക്ക് പോക്കറ്റിനുള്ള ഒരു പീസാണ് ഞാൻ സെറ്റാക്കിയിട്ടെടുക്കുന്നത്. നമുക്കത് ഒറ്റ ക്ലോത്തിൽ നിന്ന് കിട്ടാത്തതുകൊണ്ട് തന്നെ ഞാൻ ഇച്ചിരി വലിപ്പമുള്ള 1-2 ക്ലോത്തുകൾ ഒരുമിച്ച് ജോയിൻറ്റ് ചെയ്തതിന് ശേഷമാണ് പോക്കറ്റ് കട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാനിതൊന്ന് തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. ഈ ക്ലോത്തിനെ നമുക്ക് ആ ഒരു പോക്കറ്റിൻ്റെ ഷേപ്പിലേക്ക് കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമുക്കിത് ഇതേപോലെ ബോക്സ് ആയിട്ടോ അല്ലെങ്കിൽ അല്പം കർവ് ചെയ്ത് വരുന്ന രീതിയിലോ നമുക്ക് പോക്കറ്റിന് മെറ്റീരിയൽ കട്ട് ചെയ്ത് എടുക്കാവുന്നതാണ്.
പോക്കറ്റിനുള്ള മെറ്റീരിയൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ക്രോച്ച് ഭാഗം നമ്മൾ ഇതേപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുകയാണ്. അപ്പോൾ ക്രോച്ചൊക്കെ അടിക്കുമ്പോൾ നമ്മൾ 1-2 അല്ലെങ്കിൽ ഒരു 2 അടിപ്പെങ്കിലും മിനിമം കൊടുക്കുന്നത് വളരെ നല്ലതാണ്. കാരണം നമ്മുടെ പാൻറ്റിന് ഏറ്റവും ടൈറ്റായിട്ട് വരുന്നൊരു ഏരിയയാണ്, അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വലിച്ചിൽ വരുന്ന ഒരു ഏരിയയാണ്. അപ്പം അതുകൊണ്ട് തന്നെ 2 സ്റ്റിച്ചിങ് കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. തയ്യൽ വിട്ടു പോകാതിരിക്കാൻ നമ്മൾ 2 അടിപ്പ് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതേപോലെ തന്നെ നമുക്ക് പാൻറ്റിൻ്റെ ബാക്ക് പാർട്ടിൻ്റെയും ക്രോച്ച് ഭാഗം നമുക്ക് 2 അടിപ്പ് കൊടുക്കാവുന്നതാണ്. നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് നമ്മുടെ പാൻറ്റിൻ്റെ സൈഡ്, അതായത് ഒരു സൈഡ് നമ്മളൊന്ന് ജോയിൻറ്റ് ചെയ്യാനായിട്ട് പോകുകയാണ്. കാരണം ഓപ്പോസിറ്റ് സൈഡിൽ നമുക്ക് പോക്കറ്റ് വരുന്നുണ്ട്. അപ്പം നമ്മൾ സൈഡ് ഒന്ന് ഏതെങ്കിലും ഒരു സൈഡ്, നിങ്ങൾക്ക് ഏത് സൈഡാണോ പോക്കറ്റ് വേണ്ടത് അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മൾ ഇതേപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാനായിട്ട് പോവുകയാണ്. ഇങ്ങനെ അടിക്കുമ്പോൾ നമ്മൾ മുൻപ് മാർക്ക് ചെയ്ത ആ 3 ഇഞ്ച് താഴേക്ക് വിട്ടതിന് ശേഷം വേണം നമ്മൾ അടിക്കാനായിട്ട്. ഞാനിപ്പോൾ 3 ഇഞ്ച് വിട്ടിട്ടുള്ളൂ, അതുകൊണ്ട് ആ 3 ഇഞ്ച് വിട്ടിട്ടാണ് ഞാൻ രണ്ടാമത്തെ അടിപ്പ് കൊടുക്കുന്നത്. നിങ്ങൾ 4 ഇഞ്ചാണ് വിട്ടിരിക്കുന്നതെങ്കിൽ ആ 4 ഇഞ്ച് തന്നെ താഴേക്ക് അൺസ്റ്റിച്ച്ഡ് ആയിട്ട് വിടേണ്ടതാണ്. ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ ഈ പോക്കറ്റ്, നമുക്ക് ആ പോക്കറ്റിൻ്റെ ഓപ്പണിങ് എന്തോരം വേണമെന്ന് നമുക്ക് മാർക്ക് ചെയ്തിട്ടില്ലായിരുന്നു. അപ്പം നമ്മളിതാ ഇതേപോലെ ഓപ്പോസിറ്റ് സൈഡിലെ 2 വശങ്ങളും ചേർത്ത് വെച്ചതിന് ശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ മെറ്റീരിയൽ എടുത്ത് അതിൻ്റെ ആ സ്ട്രെയിറ്റ് ലൈൻ വരുന്ന പാർട്ട് നമ്മളിതാ ഇതേപോലെ എടുത്ത് വെച്ചതിന് ശേഷം നമ്മൾ ഒരു ചെറിയ നോച്ച് അല്ലെങ്കിൽ ചെറിയൊരു കട്ടിങ് ഇട്ട് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. കട്ടിങ് നമ്മുടെ സൈഡിലെ 2 പീസുകളിലും അതേപോലെ തന്നെ നമ്മുടെ പോക്കറ്റിൻ്റെ 2 മെറ്റീരിയലിലും കട്ടിങ് ഇപ്പം വന്നിട്ടുണ്ട്. നമ്മൾ ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ ആ പാൻറ്റിൻ്റെ പീസ് ഒന്ന് ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മുടെ പോക്കറ്റിൻ്റെ ഒരു പീസ് എടുത്ത് നല്ല വശങ്ങൾ ഫേസ് ടു ഫേസ് വെച്ചതിന് ശേഷം നമ്മൾ ഇപ്പോൾ കട്ട് ചെയ്ത് കൊടുത്തല്ലോ, ആ കട്ട് ചെയ്ത പോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് 2 പീസുകളും തമ്മിലൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മുടെ പോക്കറ്റിൻ്റെ പീസിൻ്റെ നല്ല വശവും നമ്മുടെ പാൻറ്റിൻ്റെ മെയിൻ ക്ലോത്തിൻ്റെ നല്ല വശവും തമ്മിൽ ചേർത്ത് വെച്ചതിന് ശേഷമാണ് ഇതേപോലെ അടിക്കുന്നത്. ആ ഒരു സൈഡിൽ അല്ലെങ്കിൽ അടുത്ത ആ ഒരു പീസിൽ നമുക്ക് ഇതേപോലെ തന്നെ വെച്ച് കൊടുക്കാവുന്നതാണ്. ഏതിനം വരെ മാത്രം നമ്മൾ അടിച്ചെടുത്താൽ മതിയായിരിക്കും. ഇവിടെയും നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ നല്ല വശവും അതുപോലെ തന്നെ പോക്കറ്റിൻ്റെ നല്ല സൈഡും ഫേസ് ടു ഫേസ് ചേർത്ത് വെച്ചതിന് ശേഷമാണ് സ്റ്റിച്ചിങ് കൊടുക്കുന്നത്. അടുത്തതായിട്ട് ചെയ്യുന്നത് ഇതേപോലെ നമ്മുടെ പോക്കറ്റിൻ്റെ പീസിൻ്റെ സൈഡ് വശങ്ങൾ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുവാണ്. മേളുവശമല്ല, സൈഡുകൾ തമ്മിൽ സൈഡ് മുതൽ അടിച്ച് നമ്മൾ ഇവിടം വരെ നിർത്തിയിരിക്കുന്നത് ഇതേപോലെ ഇവിടം വരെ അടിച്ച് നമ്മൾ നിർത്താനായിട്ട് പോവാണ്. നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിന് വേണ്ടിയിട്ട് നമ്മൾ, അതായത് പോക്കറ്റിൻ്റെ ഓപ്പണിങ്ങിന് വേണ്ടിയിട്ട് അടിച്ച് നിർത്തിയിരിക്കുന്ന ആ ഭാഗത്ത് നിന്ന് താഴേക്ക് നമ്മുടെ പാൻറ്റിൻ്റെ എക്സസ് വരുന്ന ആ ഭാഗം കൂടി നമുക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതാണ്. അപ്പം നമ്മൾ ആ
മാർക്കിങ് കട്ടിങ് വരെയാണ് ഇപ്പം പോക്കറ്റ് ജോയിൻറ്റ് ചെയ്ത് അടിച്ച് നിർത്തിയിരിക്കുന്നത്. അപ്പം അവിടെ നിന്ന് താഴേക്ക് ഞാൻ ഇതേപോലെ തന്നെ നമ്മൾ മറ്റേ സൈഡ് അടിച്ച പോലെ തന്നെ ഒന്ന് അടിച്ച് എടുക്കാനായിട്ട് പോവുകയാണ്. അവിടെയും നമ്മൾ താഴെ എത്തുമ്പോൾ ആ ഒരു സ്പേസിങ് നമ്മുടെ ആ ഒരു 3 ഇഞ്ചോളം വിട്ടതിന് ശേഷം ആണ് ഞാൻ അടിച്ച് നിർത്തുന്നത്. അതായത് താഴെ വരെ കൊണ്ട് അടിച്ച് ഇറക്കുന്നില്ല, 3 ഇഞ്ച് മുകളിലായിട്ട് അടിച്ച് നിർത്തുകയാണ് ചെയ്യുന്നത്. ആ ഏരിയയിലും നമ്മൾ 2 സ്റ്റിച്ച് വീതം കൊടുക്കുന്നത് എന്തുകൊണ്ടും വളരെ നല്ലതാണ്. പാൻറ്റിൻ്റെ സെൻറ്റർ റൗണ്ടൊന്ന് അടിച്ചെടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ക്രോച്ച് അടിച്ച് നിർത്തിയിരിക്കുന്ന ആ പാർട്ടിൽ നിന്ന് താഴെ വരേക്ക് നമുക്ക് സ്റ്റിച്ചിങ് കൊടുക്കാവുന്നതാണ്. ഈ ഒരു പാർട്ടിൽ വരുമ്പോൾ നമുക്ക് ഫുള്ള് സ്റ്റിച്ച് ചെയ്തെടുക്കാം കേട്ടോ. താഴേക്ക്, അതായത് സെൻറ്ററിൽ നിന്ന് താഴേക്ക് നമ്മൾ സ്ലീവ്സൊക്കെ ഷോൾഡറിൽ നിന്ന് അറ്റാച്ച് ചെയ്യുന്നത് പോലെ തന്നെ സെൻറ്ററിൽ നിന്ന് നമുക്ക് ഇതേപോലെ തന്നെ താഴേക്ക് സ്റ്റിച്ചിങ് ഇട്ട് കൊടുക്കാവുന്നതാണ്. സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ പാൻറ്റിൻ്റെ താഴത്തെ ഭാഗത്ത് ഇതുപോലുള്ള ചെറിയ രീതിയിലുള്ള മെഷർമെൻറ്റ് വേരിയേഷൻസ് വരാറുണ്ട്. അപ്പോൾ ആ ഒരു മെഷർമെൻറ്റ് വേരിയേഷന് നമുക്കൊന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്ത് എടുക്കുവാണ്. ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ അടിഭാഗം ഞാനൊന്ന് ഇതേപോലെ ഫോൾഡ് ചെയ്ത് ചെറിയൊരു ഫോൾഡിംഗ് ആണ് കൊടുക്കുന്നത്. ചെറിയൊരു ഫോൾഡിങ് കൊടുത്തിട്ട് സ്റ്റിച്ച് ചെയ്ത് എടുക്കുവാണ്. അതിന് ശേഷം നമ്മൾ വിട്ടിരിക്കുന്ന ആ ഭാഗത്തിൻ്റെ അടിഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കുകയാണ്. ഫുള്ള് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അടിഭാഗം മാത്രം ജസ്റ്റ് ഒന്ന് അടിച്ച് കംപ്ലീറ്റ് ചെയ്യുകയാണ്. അതിന് ശേഷം ഇതേപോലെ ഓപ്പൺ ചെയ്തതിന് ശേഷം നമ്മൾ ഇതേപോലെ വേണം ഫോൾഡ് ചെയ്യാനായിട്ട്. അപ്പം നമ്മുടെ ആ ഒരു സ്ലിറ്റ്, നമ്മുടെ ആ പാൻറ്റിൻ്റെ ഒരു സ്ലിറ്റ് നോർമലായിട്ട് അങ്ങനെ തന്നെ കിട്ടുന്നതായിരിക്കും. നമ്മൾ സാധാരണ ചെയ്യുന്നത് നമ്മുടെ ചുരിദാറിന് സ്ലിറ്റ് അടിക്കുന്ന പോലെ സ്ലിറ്റ് കൊടുക്കാറുണ്ട്. പക്ഷേ ഇതിന് അങ്ങനെ ഒരു ആവശ്യമില്ല. നമുക്ക് ഇങ്ങനെ അടിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടുള്ള ചെറിയൊരു സ്ലിറ്റ് നമുക്ക് അവിടെ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ സ്ലിറ്റ് 3 ഇഞ്ചെന്ന് ഞാൻ എടുത്തിരിക്കുന്നത് കൊണ്ടാണ് എൻ്റെ സ്ലിറ്റ് വളരെ ചെറുതായിട്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ആ സ്ലിറ്റിന് വലുപ്പം കൂട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ 3 ഇഞ്ച് ഇട്ടതിന് പകരം അവിടെ 4 ഇഞ്ചോ 4.5 ഇഞ്ചോ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ സ്റ്റിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ നല്ല നീറ്റായിട്ടുള്ള സ്ലിറ്റ് കിട്ടും. അധികം അടുപ്പില്ലാതെ അധികം വൃത്തികേടാകാത്ത രീതിയിൽ ഒത്തിരി സ്റ്റിച്ചുകൾ വരാതെ നീറ്റായിട്ട് ഇതുപോലെ സ്ലിറ്റ് ഇട്ടെടുക്കാനായിട്ട് സാധിക്കും. ഇനി ഇതേപോലെ തന്നെ നമുക്ക് അടുത്ത കാലിൻ്റെ ഭാഗവും അടിവശം ചെറുതായിട്ടൊന്ന് മടക്കി അടിച്ചെടുക്കാം. ഇനി അടുത്തതായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഈ പാൻ്റ് ഒന്ന് ഞാൻ തിരിച്ചിടാനായിട്ട് പോവുകയാണ്. അതായത് നമ്മുടെ തയ്യൽ തുമ്പുകളൊക്കെ അകത്ത് വരത്തക്ക രീതിയിൽ നല്ല വശം പുറത്തേക്ക് ആക്കിയിടുവാണ്.
ഇനി ഞാൻ നമ്മുടെ പാൻറ്റിൻ്റെ പോക്കറ്റിൻ്റെ ആ ഒരു ക്ലോത്ത് അകത്തേക്ക് നല്ല രീതിയിലൊന്ന് നിവർത്തി വെക്കുവാണ്. അതിനുശേഷം അതിൻ്റെ ആ മുകൾ ഭാഗം ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും വീഡിയോയിൽ. ഇനി അടുത്തതായിട്ട് നമ്മുടെ വേസ്റ്റ് ബെൽറ്റ് അടിക്കാനായിട്ട് പോവുകയാണ്. അപ്പം ഞാൻ വേസ്റ്റ് ബെൽറ്റിന് വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരുന്ന ക്ലോത്ത് ഞാൻ ഇതേപോലെ അടിച്ച് ജോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ ഉള്ളിൽ നിന്ന് പുറത്തേക്കാണ് നമ്മുടെ ആ ഒരു പീസ് സെറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നമുക്ക് വേസ്റ്റ് ബെൽറ്റ് പല രീതിയിൽ അറ്റാച്ച് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇപ്പം ഞാൻ ചെയ്യുന്നത് നമുക്ക് സാധാരണ ഒരു മെത്തേഡിലാണ് ചെയ്യുന്നത്. ഫുൾ ഫിനിഷ് ആയിട്ടല്ല വേസ്റ്റ് ബെൽറ്റ് ഞാൻ കൊടുക്കുന്നത്. അപ്പം ഞാനിപ്പം ബാക്ക് പീസിനാണ് ആദ്യമായിട്ട് ഇതേപോലെ പീസ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ നമ്മുടെ ഫ്രണ്ടിലേക്കുള്ള പീസ് കൂടി അതേ ബെൽറ്റിലേക്ക് അറ്റാച്ച് ചെയ്തതിന് ശേഷം ഞാൻ നമ്മുടെ ഫ്രണ്ടിൻ്റെ മെയിൻ ക്ലോത്തിലേക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. ഇപ്പം ഞാനത് നമ്മുടെ ബാക്കിൻ്റെ വേസ്റ്റ് ബെൽറ്റിലേക്കൊന്ന് ജോയിൻറ്റ് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. ഫ്രണ്ടിലെ വേസ്റ്റ് ബെൽറ്റ് ഞാൻ മെയിൻ ക്ലോത്തിലേക്ക് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡും, അതായത് ബെൽറ്റിൻ്റെ രണ്ട് വശങ്ങളും തമ്മിൽ നമ്മൾ ഇതുപോലെ തന്നെ ജോയിൻറ്റ് ചെയ്ത് എടുക്കുവാണ്. ഇപ്പോൾ ഈ ഒരു പീസ് നമ്മൾ വട്ടത്തിൽ, അതായത് ആ പാൻറ്റിൻ്റെ അതേ വട്ടത്തിൽ തന്നെ നമ്മളൊന്ന് അടിച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ 2 തയ്യൽ തുമ്പുകളിലേക്ക് എലാസ്റ്റിക് വെച്ചൊന്ന് ജോയിൻറ്റ് ചെയ്തതിന് ശേഷം അത് ബാക്കിലാക്കി നമ്മൾ കവർ ചെയ്ത് അടിക്കുവാണ് ചെയ്യുന്നത്. ഇവിടെ ഞാൻ എലാസ്റ്റിക്കിന് ലെങ്ത് എടുക്കുന്നത് ഏകദേശം ഒരു 13 ഇഞ്ചാണ് എലാസ്റ്റിക്കിന് വലുപ്പം എടുക്കുന്നത്. ഇനി അടുത്തതായിട്ട് ചെയ്യുന്നത് ഈ എലാസ്റ്റിക് 2 തയ്യൽ തുമ്പിലേക്ക്, അതായത് വേസ്റ്റ് ബെൽറ്റിൻ്റെ 2 തയ്യൽ തുമ്പിലേക്കും ഞാനൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്യുമ്പം ഇച്ചിരി നല്ല രീതിയിൽ 3-4 സ്റ്റിച്ചുകൾ കൊടുക്കണം. എലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നമ്മൾ സിംഗിൾ സ്റ്റിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് വലിഞ്ഞ് പൊട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 സ്റ്റിച്ച് അല്ലെങ്കിൽ ഒരു ബാക്ക് ടാക്ക് ചെയ്ത് അതിനെ ഒന്ന് ഫിക്സ് ചെയ്യേണ്ടതാണ്. ഈ എലാസ്റ്റിക് ഫിക്സ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒന്നുകിൽ അത് ഈ തയ്യൽ തുമ്പിനെ താഴോട്ട് ചേർത്തോ അല്ലെങ്കിൽ അത് മുകളിലേക്ക് ചേർത്തോ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഈ ഒരു പീസിൻ്റെ സെൻറ്ററിലായിട്ട് ഇത് അറ്റാച്ച് ചെയ്യരുത്. അങ്ങനെ നമ്മൾ സെൻറ്ററിലായിട്ട് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ഫോൾഡ് ചെയ്ത് അടിക്കുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിക്കാനും ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളത് ഒരു സൈഡിലാക്കി ഒന്നെങ്കിൽ താഴത്തെ ആ സ്റ്റിച്ചിങ്ങിനോട് ചേർത്തോ അല്ലെങ്കിൽ മുകളിലത്തെ ആ ഒരു സ്റ്റിച്ചിങ്ങിനോട് ചേർത്തോ നമ്മൾ കൊടുക്കേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമുക്ക് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് അടിച്ച് എടുക്കാനായിട്ട് പറ്റുള്ളൂ. നമ്മുടെ പാൻറ്റിൻ്റെ ഫുൾ സ്റ്റിച്ചിങ് കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഇലാസ്റ്റിക് ഒന്ന് ഇലാസ്റ്റിക്കിൻ്റെ സെൻറ്ററിൽ കൂടെ വേണമെന്നുണ്ടെങ്കിൽ ഒരടിപ്പിട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇത് നന്നായിട്ട് അയൺ ചെയ്ത് കഴിയുമ്പോൾ ഇതേപോലെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തെങ്കിലും പ്രോഡക്റ്റ്സ് ഒക്കെ വാങ്ങിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന ബിസിനസ് വാട്സാപ്പ് നമ്പർ ത്രൂ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരേക്കും ടാറ്റാ.